പ്രേക്ഷകരുടെ ഹരമായിരുന്നു നടി സിൽക്ക് സ്മിത. മാദക നടിയായി തരംഗം സൃഷ്ടിക്കാൻ സിൽക്ക് സ്മിതയ്ക്ക് കഴിഞ്ഞു. 80കളിലും 90കളിലും ഗ്ലാമറസ് നടിമാരായി നിരവധി പേരുണ്ടായിരുന്നു. എന്നാൽ സിൽക്ക് സ്മിത മാത്രമാണ് എന്നും ഓർമ്മിക്കപ്പെടുന്നത്. ടച്ചപ്പ് ആർട്ടിസ്റ്റിൽ നിന്നും താരറാണിയായുള്ള സിൽക്ക് സ്മിതയുടെ വളർച്ച എളുപ്പമായിരുന്നില്ല. ഇതിനു വേണ്ടി ഏറെ പരിശ്രമിക്കേണ്ടി വന്നു. അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ ചെയ്യണമെന്ന് സിൽക്ക് സ്മിത ആഗ്രഹിച്ചിരുന്നു. എന്നാൽ തൻ്റെ അഭിനയത്തേക്കാൾ മാദക നൃത്തം രംഗങ്ങൾ കാണാനാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതെന്ന് സിൽക്ക് സ്മിതയ്ക്ക് അറിയാമായിരുന്നു. അക്കാലത്ത് സിൽക്ക് സ്മിതയുടെ മാർക്കറ്റ് വാല്യൂ വളരെ കൂടുതലാണ്. സിൽക്ക് സ്മിതയുടെ ഡാൻസ് നമ്പറുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ തള്ളിക്കയറ്റം ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അതിനാൽ നടി ചോദിക്കുന്ന പ്രതിഫലം കൊടുക്കാൻ നിർമ്മാതാക്കൾ തയ്യാറായിരുന്നു. ലഭ്യമായ വിവരപ്രകാരം ഒരു ഡാൻസ് നമ്പർ ചെയ്യാൻ 50,000 രൂപയാണ് സിൽക്ക് സ്മിത വാങ്ങിയിരുന്നത്. താരങ്ങളെ സംബന്ധിച്ച് ഇന്നത് ചെറിയ തുകയായി തോന്നാമെങ്കിലും 80കളിൽ ഇത് വലിയ തുകയാണ്. ഒരു ഡാൻസ് നമ്പർ ചെയ്യുമ്പോൾ പെർഫെക്ഷന് വലിയ പ്രാധാന്യം സിൽക്ക് സ്മിത കൊടുത്തിട്ടുണ്ട്. കോസ്റ്റ്യൂമും മേക്കപ്പും എങ്ങനെ വേണമെന്ന വ്യക്തമായ ധാരണ സിൽക്ക് സ്മിതയ്ക്ക് ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് സിൽക്ക് സ്മിത ഇന്നും ഐക്കോണിക്കായി നിലനിൽക്കുന്നത്. ഒരു ഘട്ടത്തിൽ സിൽക്ക് സ്മിതയുടെ മാർക്കറ്റ് ഇടിഞ്ഞു. ഇതോടെ സ്വന്തമായി സിനിമ നിർമ്മിക്കാൻ തുടങ്ങി. സിൽക്ക് സ്മിതയുടെ തെറ്റായ തീരുമാനമായിരുന്നു ഇത്. 2 കോടിയുടെ നഷ്ടം സിൽക്ക് സ്മിതയ്ക്കുണ്ടായി എന്നാണ് പുറത്തു വന്ന വിവരം. ഇതോടെ നടി മദ്യപാനത്തിന് അടിമപ്പെട്ടു. 1996ലാണ് സിൽക്ക് സ്മിത ആത്മഹത്യ ചെയ്തത്. 90കളുടെ മധ്യത്തിൽ സിൽക്ക് സ്മിതയുടെ താരമൂല്യം കുറഞ്ഞിരുന്നു. ജീവിതത്തിൽ എന്തൊക്കെയോ വിഷമങ്ങൾ അവസാന നാളുകളിൽ നടിക്കുണ്ടായിരുന്നു. എന്നാൽ ആരോടും ഇത് തുറന്നു പറഞ്ഞിരുന്നില്ല. പങ്കാളിയായി ഒപ്പമുണ്ടായിരുന്ന ഡോക്ടർ സിൽക്ക് സ്മിതയെ വഞ്ചിച്ചതാണെന്ന് വാദമുണ്ട്. മരിക്കുന്നതിന് മുമ്പ് തൻ്റെ സുഹൃത്തായ നടി അനുരാധയെ സിൽക്ക് സ്മിത വിളിച്ചിരുന്നു. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞെങ്കിലും രാത്രിയായതിനാൽ നാളെ കണ്ട് സംസാരിക്കാമെന്ന് അനുരാധ പറഞ്ഞു. എന്നാൽ പിറ്റേന്ന് പുലർച്ചെ അനുരാധ കേൾക്കുന്നത് സിൽക്ക് സ്മിതയുടെ മരണവാർത്തയാണ്. അന്ന് നേരിൽ കണ്ട് സംസാരിക്കാത്തത് ഇന്നും തൻ്റെ വിഷമമാണെന്ന് അനുരാധ അഭിമുഖങ്ങളിൽ പറയാറുണ്ട്. വണ്ടിച്ചക്രം എന്ന സിനിമയോടെയാണ് സിൽക്ക് സ്മിതയുടെ കരിയർ ഗ്രാഫ് മാറിമറിഞ്ഞത്. മാദക നടിയെന്ന ഇമേജ് സിൽക്ക് സ്മിതയ്ക്ക് ലഭിച്ചത് ഈ ചിത്രത്തിലൂടെയാണ്. തൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചും വ്യക്തിജീവിതത്തെക്കുറിച്ചോ തുറന്നു സംസാരിക്കാൻ സിൽക്ക് സ്മിത തയ്യാറായിരുന്നില്ലെന്ന് അനുരാധ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളാണെങ്കിലും അടുത്ത സുഹൃത്തുക്കളായി ആരുമില്ലായിരുന്നുവെന്നും നടി വ്യക്തമാക്കി. കുടുംബത്തെക്കുറിച്ചും വ്യക്തമായ വിവരം ലഭ്യമല്ല. ആന്ധ്രാപ്രദേശുകാരിയാണ് സിൽക്ക് സ്മിത. ചെറുപ്രായത്തിൽ വിവാഹിതയായ സ്മിത ഈ ബന്ധം വിട്ട് ചെന്നൈയിലേക്ക് വരികയായിരുന്നു. തൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അഭിമുഖങ്ങളിലൊന്നും സിൽക്ക് സ്മിത സംസാരിച്ചിട്ടില്ല. സിൽക്ക് സ്മിതയുടെ ജീവിതവും മരണവും ഇന്നും സിനിമാ ലോകത്ത് ചർച്ചയാകുന്നു.